2026 മോഹൻലാലിന്റെ ഗംഭീര പ്രൊജക്ടുകൾ റിലീസാകാൻ റെഡി ആയിട്ടിരിക്കുന്നു. വരുന്നത് അതിനേക്കാട്ടിൽ അതിഗംഭീരം. കഴിഞ്ഞ ദിവസം എക്സിലൂടെ മോഹൻലാൽ ഫാൻസുമായിട്ടും മോഹൻലാൽ ഇഷ്ടപ്പെടുന്നവരുമായിട്ടും ആന്റണി പെരുമ്പാവൂർ സംസാരിച്ചപ്പോഴും ഇതൊക്കെ ഏകദേശം കൺഫേം ആക്കി അതിനപ്പുറത്തേക്ക് ഇല്ല. അന്നേരം ഇനി റിലീസ് ചെയ്യുന്ന മെയ് 21 ദൃശ്യം 3 ഉണ്ട്. അത് ഇപ്പം തന്നെ അഡ്വാൻസ് സെയിലൊക്കെ അതിഗംഭീരമാണെന്ന്, നല്ല ഗംഭീര കളക്ഷൻ കിട്ടുമെന്നുള്ളത് സംശയമില്ല. ആദ്യത്തെ ആഴ്ച തൂക്കുന്ന കളക്ഷൻ ആയിരിക്കും, ഗംഭീര കളക്ഷൻ ആയിരിക്കും. ഇങ്ങനെ വേണം ഒരു പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഇനി അത് കഴിഞ്ഞ ശേഷം മോഹൻലാലിന്റെ അതിമനോഹരമാണ് തരുൺമൂർത്തി തുടരുമെന്ന മെഗാ ഹിറ്റിന് ശേഷം ചെയ്യുന്ന അതിമനോഹരം എന്ന് പറയുന്ന ചിത്രം. അതും വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമാണ്. അതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രമേയമാണെങ്കിൽ അതും ഗംഭീര കളക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 2 മോഹൻലാലിന്റെ ചിത്രം, പ്രിയദർശന്റെ ചിത്രം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 2 ചിത്രങ്ങളും ഏറ്റവും പ്രത്യേകതയുള്ള 2 ചിത്രങ്ങളാണ്. ഒന്ന് ദിലീഷ് പോത്തന്റെ ചിത്രം, അതൊരു ആക്ഷൻ ചിത്രമാണെന്നും പറയപ്പെടുന്നു. ദിലീഷ് പോത്തൻ ആദ്യമായിട്ട് മോഹൻലാലിനെ ഒന്നിക്കുന്നു. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത സിനിമകളെല്ലാം അടിപൊളി സിനിമകളാണ്, ഗംഭീര ഹിറ്റുകളുമാണ്. അന്നേരം മോഹൻലാലുമായിട്ട് ഒന്നിക്കുമ്പോൾ മോശം വരാനുള്ള ഒരു ചാൻസും ഇല്ല. അടുത്തൊരു സർപ്രൈസ് തന്നെയാണ്. ചിദംബരമായിട്ടുള്ള പ്രോജക്റ്റ് ഏകദേശം 90% ലോക്കായി എന്നാണ് പറയുന്നത്. മഞ്ഞുമൽ ബോയ്സ് മെഗാ ഹിറ്റ് ആയിരുന്നു. അതിനുശേഷം ബാലൻ എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്ത് ഏകദേശം കഴിയാറായി. അത് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് മോഹൻലാൽ സിനിമയാണെന്നുള്ളതാണ്. ഈ വർഷം തന്നെ തുടങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അന്നേരം അങ്ങനെയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു ചിദംബരത്തിൻ്റെ ഒരു ഗംഭീര സിനിമ പ്രതീക്ഷിക്കാം. പിന്നെ എല്ലാവരും ഇല്ല എന്ന് പ്രതീക്ഷിച്ച L3 എമ്പുര, അതായത് ലൂസിഫറിൻ്റെ 3ാം ഭാഗം, അതും കാണുമെന്ന് ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ഥിതിക്ക് അതൊരു മാസ് പരിപാടിയായിട്ട് വന്നാൽ ഒരു പക്ഷേ അത് ഗംഭീര സാധനമായിരിക്കും. എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ചോളം ഗംഭീര മാസ് മസാല പടങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ദിലീഷ് പോത്തൻ്റെയും ചിദംബരത്തിൻ്റെയും ഗംഭീര പടങ്ങളും കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും 2026-27 കളക്ഷൻ റെക്കോർഡുകളൊക്കെ പലതും വഴിമാറും.